ഹായ് എവരിബഡി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാരും തങ്ങളുടെ വാർഷിക സ്വത്ത് വിവര പട്ടിക സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേന ഓൺലൈനായി സമർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അത്തരം ഒരു സാഹചര്യത്തിൽ സ്പാർക്ക് വഴി എങ്ങനെയാണ് അധ്യാപകരും അനധ്യാപകരും സർക്കാർ ജീവനക്കാരും എല്ലാവരും തങ്ങളുടെ വാർഷിക സ്വത്ത് വിവരങ്ങൾ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സ്പാർക്കിന്റെ വെബ്സൈറ്റിലേക്ക് വരിക. ഇവിടെ ഒരു യൂസർ ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. വ്യക്തിഗത ലോഗിൻ ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നോക്കി വ്യക്തിഗത ലോഗിൻ ഏരിയ ആദ്യം തയ്യാറാക്കുക. അതിനുശേഷം വാർഷിക സ്വത്ത് വിവര പട്ടിക സ്പാർക്കിൽ കൊടുക്കാൻ വേണ്ടി വീണ്ടും ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. spark.gov.in എന്നുള്ള സൈറ്റിൽ വരുമ്പോൾ വലതുവശത്ത് യൂസർ കോഡ്, പാസ്വേഡ് ഇത് രണ്ടും കൊടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് രണ്ടും കൊടുക്കുക. അതിനുശേഷം താഴെ ക്യാപ്ച കോഡ് കൊടുക്കാൻ വേണ്ടി മറ്റൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ബട്ടൺ പ്രസ് ചെയ്യുക. സൈൻ ഇൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോകും. നമ്മളിപ്പോൾ സ്പാർക്കിലേക്ക് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് വരുന്ന പേജിൽ പ്രൊഫൈൽ ഓർ അഡ്മിൻ എന്ന് കൊടുത്തിട്ടുണ്ടാകും. ആദ്യത്തെ മെനു ആണ്. ആ മെനുവിൽ പ്രോപ്പർട്ടി റിട്ടേൺസ് എന്ന് പറയുന്ന സബ് മെനു നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രോപ്പർട്ടി റിട്ടേൺസ് എന്ന് പറയുന്ന സബ് മെനുവിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു പേജ് വന്നു. നമ്മളുടെ പേരൊക്കെ മുകളിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. 10/2/2023 മുതൽ 15/2/2023 വരെയുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ ഫയലിംഗ് നടത്തിയിരിക്കണം എന്ന് അവിടെ ഒരു അറിയിപ്പ് കാണിക്കുന്നുണ്ട്. ഇവിടെ 4 സ്റ്റെപ്പാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചില കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. മൂന്നാമത്തെ സ്റ്റെപ്പിലും ചില കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നാലാമത്തെ സ്റ്റെപ്പിൽ അക്നോളജ്മെന്റ് പ്രിന്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളുടെ വസ്തുവകകളെ കുറിച്ചാണ് പറയുന്നത്. ലാൻഡ് അല്ലെങ്കിൽ വീട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. അത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫില്ല് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളോ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക. അക്നോളജ്മെന്റ് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ 3 സ്റ്റെപ്പിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോക്സിറ്റ് റീഡർ അല്ലെങ്കിൽ അഡോബ് അക്രോബാറ്റ് റീഡർ ഉണ്ടായിരിക്കണം. കാരണം അക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടിയാണ് ഫോക്സിറ്റ് അല്ലെങ്കിൽ അഡോബിന്റെ റീഡർ ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് 4 സ്റ്റെപ്പിൽ കൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ പുതിയൊരു പേജ് വന്നു. അവിടെ 4 ടാബുകൾ നമുക്ക് കാണാം. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, ജനറേറ്റ് അക്നോളജ്മെന്റ് എന്ന് പറയുന്ന പാർട്ട് 4. ഓക്കെ, പാർട്ട് 1ലാണ് നമ്മളെ സംബന്ധിച്ച് കുറച്ച് വിവരങ്ങൾ കൊടുക്കാനുള്ളത്. പാർട്ട് 2വിൽ ഇമ്മൂവബിൾ ആയ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പേരിലുള്ള വസ്തുവകകൾ, അതായത് ലാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ വീടുകള്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളവിടെ പറയുന്നത്. മൂന്നാമത്തെ പാർട്ടിൽ മൂവബിൾ ആയിട്ടുള്ള വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ബൈക്ക്, കാർ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ആദ്യത്തെ പേജിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഹെഡിങ് ഉണ്ട്, ഡീറ്റെയിൽസ് ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ഓർ ഡിസ്പോസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2022. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ വാങ്ങിയെടുത്തിരിക്കുന്ന വസ്തുവകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇത് എല്ലാ വർഷവും നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കേണ്ടതാണ്. 2019 മുതലാണ് ഇങ്ങനെ ഓൺലൈൻ വഴി പ്രോപ്പർട്ടി റിട്ടേൺസ് രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട്. പെർമനന്റ് എംപ്ലോയി നമ്പർ, നെയിം ആൻഡ് ഇനിഷ്യൽസ്, പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ്, ഡെസിഗ്നേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ഗവൺമെന്റ് സർവീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് ഇവിടെ കാണുന്നില്ല. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അപ്പോയിന്റിംഗ് അതോറിറ്റി ഇവിടെ കാണുന്നില്ല. അവിടെ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുമ്പോൾ വെദർ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഡ്യൂറിംഗ് പ്രീവിയസ് ഇയേഴ്സ്, നമ്മുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക.
ഇഫ് യെസ് വെദർ ദ ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് ഇൻ ടൈം. ഈ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നമ്മൾ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ റീസൺ ഇവിടെ കൊടുക്കണം. ഇത് നോയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും സർക്കാരിനെ അറിയിക്കാതിരുന്നത് എന്ന് റീസൺ ഇവിടെ പറയണം. ഇനി നാലാമത്തെ ചോദ്യം, വെദർ പ്രോപ്പർട്ടി അക്വയർഡ് ഓഫ് ഡ്യൂറിംഗ് ദി ഇയർ അണ്ടർ റിപ്പോർട്ട്. ഈ കഴിഞ്ഞ 2022-23 വർഷത്തിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? ലാൻഡ് വാങ്ങിച്ചോ, വീട് മേടിച്ചോ, കാർ മേടിച്ചോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അവിടെ ചോദിക്കുന്നു. ചിലപ്പോൾ ഷെയർ ആകാം, അല്ലെങ്കിൽ ഗോൾഡ് ആകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നോയാണ് പറയുന്നതെങ്കിൽ നമുക്ക് പാർട്ട് 2-ലും പാർട്ട് 3-യിലേക്കും പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതായത് സ്വന്തം നിലയ്ക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വീടോ മറ്റു കെട്ടിടങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ലാൻഡ് ഒന്നും മേടിക്കാതിരിക്കുന്നവർ, അല്ലെങ്കിൽ കാറ്, ബൈക്ക് തുടങ്ങിയ കാര്യങ്ങൾ മേടിക്കാതിരുന്നവർ, അവർക്കൊന്നും തന്നെ 2ഉം 3ഉം പേജിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഇവിടെ എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പാർട്ട് 2-ലും പാർട്ട് 3-യിലും ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്, ഇഫ് എസ് പ്ലീസ് ഫർണിഷ് ഡീറ്റെയിൽസ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഇൻ പാർട്ട് 2 ഓർ ഇൻ പാർട്ട് 3. ഓക്കെ, അവിടെ കുറെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നോ ആയിരിക്കും. നേരെ വന്ന് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. അതിനുശേഷം കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ കൊടുത്ത ഡീറ്റെയിൽസിൽ കറക്ഷൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് 4-ൽ ജനറേറ്റ് അക്നോളജ്മെന്റ് എന്ന് പറയുന്ന സെക്ഷനിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്ഷൻസ് വരുത്താം. ഓക്കെ, ഞാനിവിടെ യെസ് എന്ന് കൊടുത്തതിന് ശേഷം താഴെയുള്ള ചെക്ക് മാർക്ക് ഓൺ ആക്കുന്നു. അതിനുശേഷം കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു, പ്രോപ്പർട്ടി റിട്ടേൺ പാർട്ട് 1 സക്സസ്ഫുള്ളി ഫയൽ, പ്ലീസ് ക്ലിക്ക് പാർട്ട് 2 ഡീറ്റെയിൽസ്. ഓക്കെ, നമുക്ക് പറയാം. നമ്മൾ ഇനി പാർട്ട് 2 സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പാർട്ട് 2 എന്ന് പറയുന്ന പേജ് വന്നിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ 2022-ൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പുതിയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റ് ലാൻഡോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. അവിടെ വാല്യൂ ഓഫ് ലാൻഡ് പറയുന്നുണ്ട്. അതുപോലെ അതിനകത്ത് ബിൽഡിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡ്രൈ, വെറ്റ് ഓർ ഗാർഡൻ ആണോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലം എന്നവിടെ ചോദിക്കുന്നുണ്ട്. ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിന്റെ വില എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ അത് വാങ്ങിച്ചത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കാൻ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഡിസ്പോസ് ചെയ്താണെങ്കിൽ അതെങ്ങനെ ഡിസ്പോസ് ചെയ്തു, ആർക്കാണ് അത് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളും അവിടെ എൻട്രി ചെയ്യാൻ പറയുന്നുണ്ട്. ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചൊന്നും ചെയ്യാൻ ഉണ്ടാകില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ഈ ടിക്ക് മാർക്ക് കൊടുക്കാം. അതിനുശേഷം കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യാം. കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, പാർട്ട് 2 ഡീറ്റെയിൽസ് ഫയൽ ചെയ്തു എന്ന്. ഓക്കെ പറയാം. ഇനി പാർട്ട് 3-ലേക്ക് പോകാം. പാർട്ട് 3-ൽ വന്നപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ഷെയർസിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ എൻട്രി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് നിൽ എന്ന് കൊടുക്കാം. ബി കോളത്തിൽ മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ദോസ് സ്പെസിഫൈഡ് ഇൻ ക്ലോസ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഷെയറോ അല്ലെങ്കിൽ ബാങ്കിന്റെ ഡിപ്പോസിറ്റോ അല്ലാത്ത മറ്റു കാര്യങ്ങളാണ് ഇവിടെ വരിക. എന്ന് പറഞ്ഞാൽ ബൈക്ക് അല്ലെങ്കിൽ കാർ തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ നമ്മൾ പറയുക. ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യണം. അത് കാറിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പർ, അതിന്റെ മോഡൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. താഴെ സി എന്ന് പറയുന്ന സെക്ഷനകത്ത് ഡെബ്റ്റ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. കാർ അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിച്ചപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഡീറ്റെയിൽസ്, അത് ഏത് ബാങ്കിൽ നിന്നാണ്, ആ ബാങ്കിന്റെ പേര്, ലോൺ അക്കൗണ്ട് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ലോൺ എത്രയാണോ ആ എമൗണ്ടും അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് പറയണം. ഓക്കെ, ഇതെല്ലാം ശരിയായതിനു ശേഷം ഇവിടെ
ചെക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യാം. ഈ കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, അക്നോളജ്മെന്റ് തയ്യാറാക്കാൻ വേണ്ടി. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അക്നോളജ്മെന്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറക്ഷൻസ് ഒന്നും സാധ്യമാവുകയില്ല. അതുകൊണ്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാക്കിയുള്ള ഏരിയയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നമ്മൾ ആ വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കണം. ഓക്കെ,